ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1960. ഇന്ന് മെയ് മാസം 13-ാം തീയതി. ഈ ആണ്ടിലെ 133-ാമത്തെ ദിവസത്തിലെത്തി. അപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ, ഭാര്യ, ഭർത്താവ്, അങ്ങനെ ഓരോരോ നിലകളിൽ നമ്മൾ ജീവിക്കുകയാണെന്ന് നമുക്ക് തന്നെ തോന്നുകയും നമ്മൾ നമ്മളെ തന്നെ തോന്നിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ എന്തുമാത്രം തെറ്റിദ്ധാരണകളുടെ മീതെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മൾ ധരിച്ചു വെച്ചതൊക്കെ ശരിയായില്ലോ? അറിയില്ല. ഭൂമിയിലെ നമ്മുടെ ഉറ്റവരും അടുത്തവരും ബന്ധങ്ങളുമൊക്കെ സത്യത്തിൽ എവിടെയാണ്, എങ്ങനെയാണ്? വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തിലേക്ക് ഒന്ന് വായിച്ചെത്തിയപ്പോൾ വല്ലാത്തൊരു ഞെട്ടലുണ്ടാകുന്നു. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോകുന്നു. എന്നാൽ ബാലനായ യേശു യെരുശലേമിൽ തങ്ങി. അത് അവന്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ല. അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴിദൂരം പിന്നിട്ടു. ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും തന്നെയാണ്. അവരുടെ ഉത്തമനായ മകനെക്കുറിച്ചുമാണ്. ആണ്ടുതോറുമുള്ള പെരുന്നാൾ, യെരുശലേമില് ഒരാണ്ടത്തെ പെരുന്നാൾ കൂടാൻ വന്ന കുടുംബത്തെക്കുറിച്ചാണ്. തിരുനാൾ കഴിഞ്ഞ് അവരെല്ലാവരും മടങ്ങിപ്പോവുകയാണ്. എന്നാൽ ബാലനായ യേശു യെരുശലേമിൽ തങ്ങിയെന്നാണ് പറയുക. അവന്റെ അപ്പനമ്മമാർ അതറിഞ്ഞില്ല. വല്ലാത്തൊരു ഭാരവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. മക്കളിപ്പോൾ എവിടെയാണ്? അതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ ധാരണയും പ്രകാശവുമുള്ള എത്ര മാതാപിതാക്കളുണ്ടാവും? അവരുടെ കുറവോ കുറ്റമോ ആയിട്ടല്ല, അവരുടെ കഴിവില്ലായ്മയായിട്ടുമല്ല, ആർക്കൊക്കെ അറിയാമെന്നാണ്. എത്ര മക്കൾ അവരെ ഇതൊക്കെ അറിയിക്കുന്നുണ്ടെന്നാണ്. മാത്രമല്ല, വല്ലാത്ത ചില തെറ്റിദ്ധാരണകളോടൊപ്പമാണ് ഈ അപ്പനും അമ്മയൊക്കെ. 44-ാമത്തെ വചനം അങ്ങനെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അവൻ പുത്രനെ കുറിച്ചാണ്. യാത്രാ സംഘത്തിലെ ആളുകളോടൊപ്പം ഉണ്ടാകും എന്ന് അവർ വിചാരിച്ചു. ഒരു ദിവസത്തെ വഴിദൂരം പിന്നിട്ടു. ഒന്ന് തിരിഞ്ഞു നോക്കാവുന്നതാണ്. ഒപ്പമുള്ളവരെല്ലാം ഒപ്പമുണ്ടോ എന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. വരുത്തേണ്ടതാണ്. ഏറെ പ്രാർത്ഥനയോടെ. ആമേൻ.